മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. ആർസണലിന്റെ സൈഡിൽ നിന്ന് ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട്. അവർ ബ്രെൻഫോർഡിൽ നിന്നും മിഡ്ഫീൽഡർ ആയിട്ടുള്ള ക്രിസ്ത്യൻ നോർഗാർഡിനെ സൈൻ ചെയ്തിട്ടുണ്ട്. 11 മില്യൺ കൊടുത്തിട്ടാണ് ഈ ഒരു മിഡ്ഫീൽഡറെ ആർസണൽ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാം തോമസ് പാർട്ടയുടെ കോൺട്രാക്ട് ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണ്. ഫബ്രീസിയോ റൊമാനോ പറയുന്നത് അടുത്ത മാസത്തോടെ ഫ്രീ ഏജന്റ് ആയിട്ട് തോമസ് പാർട്ടെ പുറത്തേക്ക് പോകും എന്നുള്ള കാര്യം ഏതാണ്ട് കൺഫേം ആയി കഴിഞ്ഞു. പുള്ളിയുടെ വേജുമായിട്ട് ബന്ധപ്പെട്ട് ബോർഡുമായിട്ട് ഉടക്കിയ ആ ഒരു സിറ്റുവേഷൻ നമുക്കൊക്കെ അറിയാം. ഇപ്പൊ കൂടുതൽ വേജ് തോമസ് പാർട്ടെ ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കാൻ ആർസണൽ തയ്യാറല്ല. എന്തായാലും ഇപ്പൊ നോഗാർഡിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അറ്റാക്കിംഗ് മിഡിലേക്കായിരിക്കും പുള്ളി കളിക്കാൻ പോകുന്നത്. എന്തായാലും നല്ലൊരു പെർഫോമൻസ് പുള്ളി ആർസണലിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ബെഞ്ചമിൻ സെസ്കോവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആർസണൽ മറ്റൊരു സ്ട്രൈക്കർക്കായിട്ട് ഇനിയും വെയിറ്റ് ചെയ്യാണ്. ഇപ്പോ 70 മില്യൺ വരെ കൊടുക്കാൻ ആർസണൽ റെഡിയാണ് എന്നുള്ളൊരു വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ RB ലെയ്പ്സിക്ക് ചോദിക്കുന്നത് 92 മില്യൺ അടുത്തുള്ള ഒരു വലിയൊരു തുക തന്നെയാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ അതിന്റെ പീക്കിലാണ്. ഏത് സ്ട്രൈക്കർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ യോക്രേഷിന്റെ കാര്യം നോക്കിയാലും ഓഷിമാന്റെ കാര്യം നോക്കിയാലും 80 to 120 മില്യന്റെ ആ ഒരു റേഞ്ചിലാണ് ബോർഡും ടീമും ഒക്കെ ചോദിക്കുന്നത്. പല പ്ലെയേഴ്സും ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ ബെഞ്ചമിൻ സെസ്കോയുടെ കഴിഞ്ഞ സീസൺ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 16 ഗോളുകൾ, കുഴപ്പമില്ലാത്തൊരു സ്ട്രൈക്കറാണ്. പക്ഷേ 100 മില്യന്റെ ഒരു മെറ്റീരിയൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ ആർസണൽ നെഗോഷിയേറ്റ് ചെയ്തിട്ട് ആ പ്രൈസ് 70 മില്യണിലേക്ക് എത്തിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ തോമസ് പാർട്ടെ എന്തായാലും ലീവ് ചെയ്യും. ആർസണലിൽ കൂടെ പുതിയ അപ്ഡേറ്റ്സിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. മറ്റൊരു ന്യൂസ് വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൈഡിൽ നിന്നാണ്. ഗുണ്ടുവൻ ഈ സമ്മറോടെ സിറ്റി വിടാനുള്ള സാധ്യതകൾ കൂടിക്കൂടി വരികയാണ്. നമുക്കറിയാം ആ ഒരു ഏജിങ് മിഡ്ഫീൽഡിനെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യാനുള്ള ഒരു പരിപാടി തന്നെയാണ് പെപ്പ്. പിന്നെ ബെർണാർഡോ സിൽവയുണ്ട്, കെവിൻ ഡിബ്രോനർ ഇപ്പോൾ പുറത്തേക്ക് പോയി, ബാക്കിയുള്ളത് ഗുണ്ടുവനാണ്. ഇവിടെ ഗലാട്ടസരായി അടക്കമുള്ള പല ക്ലബ്ബുകളും ഗുണ്ടുവനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് രംഗത്തുണ്ട്. ഓപ്പൺ ആയിട്ട് പുള്ളിയെ പോവാൻ അനുവദിക്കുമെന്നുള്ള സിറ്റുവേഷനിലാണ് സിറ്റി ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ കൂടുതൽ വാർത്തകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ചെൽസിയുടെ സൈഡിൽ നിന്നാണ്. ചെൽസി നിക്കോളസ് ജാക്സനെ ഈ ഒരു സമ്മറിൽ ഓഫ്ലോഡ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം പല സോഴ്സിൽ നിന്നും കേൾക്കുന്നുണ്ട്. ഇന്ന് ഫബ്രീസിയോ റൊമാനോ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് പുള്ളിയുടെ ലോങ് ടേം കോൺട്രാക്ട് തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് പുള്ളി ഒരു ലോങ് ടേം കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ 30-40 മില്യൺ കൊടുത്താലൊന്നും ചെൽസി ഏതായാലും പുള്ളിയെ വെക്കാൻ പോകുന്നില്ല. ചിലപ്പോ നടക്കാൻ പോകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓഷിമാനെ കൊണ്ടുവരുമ്പോൾ ഒരു സ്വാപ്പ് ഡീലിലൂടെ ജാക്സനെ ഓഫ്ലോഡ് ചെയ്യാനുള്ള ഒരു പരിപാടി ചിലപ്പോൾ നടക്കും. ഇവിടെ മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് മരസ്കയുടെ പ്ലാനിൽ നിക്കോളസ് ജാക്സൺ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. സെൻട്രൽ ആയിട്ട് നിക്കോളോ ജാക്സനെ ഉൾപ്പെടുത്താതെയാണ് അടുത്തൊരു സീസൺ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള റൂമർ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പുള്ളി എത്രയും പെട്ടെന്ന് ഓഫ്ലോഡ് ചെയ്തിട്ട് കിട്ടുന്ന പൈസ വാങ്ങിക്കുന്നതായിരിക്കും ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു പ്ലാൻ. അത് നടക്കുമെന്ന് അറിയില്ല. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.